നമസ്കാരം. കോൺഗ്രസിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. പ്രഖ്യാപനം ഉടനെ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ CPM-ലും ഇതുവരെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായി വരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ KN ബാലഗോപാലിനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മുമ്പത്തെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. അവിടെ മുമ്പായിരുന്നെങ്കിൽ പിണറായി വിജയൻ തീർച്ചയായും പ്രതിപക്ഷ നേതാവാകുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അധികാരമില്ലാതെ ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഏതെല്ലാം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ച ആളാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതുകൊണ്ട് തന്നെ അധികാരം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഈ ഒരു സമനില കൈവിടാതെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യമെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്, 10-35 സ്റ്റാഫുകളുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതിൽ പാർട്ടിയിൽ തന്നെ വിയോജിപ്പുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം. പാർട്ടിയിൽ പിണറായി വിജയൻ്റെ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കർമ്മഫലം. ഈ ലോകായുക്ത സാധാരണക്കാർക്ക് വളരെ ഒരു ആശ്രയമായിരുന്നു. ആ ലോകായുക്തയുടെ പല്ലും നഖവും പിണറായി വിജയൻ കൊഴിച്ചു. അതുപോലെയാണ് പാർട്ടിയിൽ പിണറായി വിജയൻ്റെ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനും പിണറായി വിജയനെതിരെ സംസാരിക്കാനും ഒക്കെയുള്ള ധൈര്യം പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമൊക്കെ ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ കാരണമാണ് ഈ പാർട്ടിക്ക് ഇത്രയധികം തോൽവി, ഇത്രയേറെ കനത്തൊരു പരാജയം സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വെച്ചുകൊണ്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് കണ്ണൂരിലെ പാർട്ടി നേതാക്കളുടെ ഒരു തീരുമാനം. വെറും ഒരു MLA ആയിട്ട് നിയമസഭയിൽ ഇരിക്കാൻ ഒരിക്കലും പിണറായി വിജയൻ തയ്യാറാകില്ല. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നാലും മറ്റൊരാൾ KN ബാലഗോപാലോ അല്ലെങ്കിൽ മറ്റൊരാളോ വന്നിറങ്ങുമ്പോൾ താനൊരു MLA മാത്രമായി നിയമസഭയിൽ വന്നിറങ്ങി ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന കാര്യം പിണറായി വിജയന് ചിന്തിക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ തുടരാൻ താല്പര്യമില്ല, ഒരു MLA ആയി തുടരാൻ താല്പര്യമില്ല, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിൽ പിണറായി വിജയനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ്റേതുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മറികടന്നുകൊണ്ട് പയ്യാമ്പലത്ത് സംസ്കരിക്കുകയും പിറ്റേന്ന് വെളുപ്പിനെ കുടുംബസമേതം അദ്ദേഹം വിദേശയാത്രയ്ക്ക് പിണറായി വിജയൻ പോയതൊക്കെ അവിടുത്തെ പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമൊക്കെ വലിയ രീതിയിൽ അന്ന് അമർഷമുണ്ടാക്കിയിരുന്നു. പക്ഷേ അന്ന് അവർക്ക് പിണറായി വിജയനോട് നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു. പിണറായി വിജയനെതിരെ ചോദ്യശരങ്ങൾ തന്നെ ഉയരുന്നുണ്ട്. ഗോവിന്ദനെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ണൂരിലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഗോവിന്ദൻ ഭാര്യയെ തളിപ്പറമ്പിൽ നിർത്തണം എന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് അവിടെ TK ഗോവിന്ദന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച് ജയിക്കേണ്ടി വന്നത്. അങ്ങനെ ജയിച്ചത് പാർട്ടിയുടെ മുഖത്ത് വലിയൊരു അടിയാണ്. അത് പാർട്ടി അണികളൊക്കെ അന്ന് പ്രത്യക്ഷമായി PK ശ്യാമളയുടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പരോക്ഷമായി അവർ ഗോവിന്ദനോടൊപ്പമായിരുന്നു. അങ്ങനെ പിണറായി വിജയനെയും ഗോവിന്ദനെയും ഒക്കെ എതിർക്കുന്നവർ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാത്തതിന് പിന്നിൽ കണ്ണൂരിലെ നേതാക്കളുടെ തന്നെ ശക്തമായ എതിർപ്പുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്യും.